Happy birthday to you. Happy birthday to you. Happy birthday, dear Marwan. Happy birthday to you. അപ്പൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ബുധനാഴ്ച മർവാന്റെ 11ാം ജന്മദിനമായിരുന്നു. മക്കളിലെ 3ാമത്തെ ആളാണ് മർവാൻ. ഇന്നത്തെ വ്ളോഗിൽ മർവാന്റെ ബർത്ത്ഡേ വിശേഷങ്ങളും തലേന്ന് അതിനായി നടത്തിയ ഒരുക്കങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ മക്കൾക്ക് സ്കൂള് തുടങ്ങിയിട്ടില്ല. അവർക്ക് ക്ലാസ് തുടങ്ങുന്നത് ഈ ഏപ്രിൽ ആദ്യ വാരമാണ്. മൂത്ത മകന് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അവന് 10th-ലേക്കായി. പ്രാതലിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബീഫ് കീമ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയത്. അതിനായിട്ട് ബീഫോട് ഒന്നിച്ച് അല്പം സ്പ്രിംഗ് ഓണിയനും ക്യാപ്സിക്കവും ഒലിവ് ഓയിൽ ചേർത്ത് വഴറ്റിയെടുത്ത് അതിലേക്ക് ചില്ലി ഗാർലിക് സോസും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ബ്രൗൺ ബ്രെഡിൽ ക്രീം ചീസ് പുരട്ടിയാണ് ഇതുണ്ടാക്കിയത്. മർവാൻ കുഞ്ഞിലെ തൊട്ട് ഡയബറ്റിക് ആണ്. അപ്പം അവന് ഇൻസുലിനാണ് നൽകാറ്. ഡയബറ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇൻസുലിൻ നിർബന്ധമാണ്. മുതിർന്നവർക്കുള്ള ടാബ്ലറ്റ് ടൈപ്പ് 1 ആയ കുട്ടികൾക്ക് കൊടുക്കാറില്ല. 2 തരത്തിലുള്ള ഇൻസുലിനാണ് മർവാൻ എടുക്കുന്നത്. ഒന്ന് ലാൻഡസ് ആണ്. ഇത് 24 മണിക്കൂറും ശരീരത്തിൽ പ്രവർത്തിക്കും. മറ്റേത് നോവോ റാപ്പിഡ്. ഇത് കഴിക്കുന്ന സമയത്ത് മാത്രം വെച്ചു കൊടുക്കുന്നതാണ്. ലാൻഡസ് കാലത്ത് മാത്രം വെച്ചു കൊടുക്കും. കുട്ടിയെ ആക്റ്റീവായി വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. മോൻ്റെ പ്രകൃതം പൊതുവെ അങ്ങനെ തന്നെയാണ്. പിന്നെ വെള്ളം കൃത്യമായി കുടിപ്പിക്കാനാണ് നോക്കാറ്. അപ്പോൾ അവരുടെ കൈയകലത്തിൽ തന്നെ വെള്ളം വെച്ച് കൊടുത്താൽ ഇഷ്ടാനുസരണം കുടിച്ചോളുമല്ലോ. ഉച്ചഭക്ഷണം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചോറ് എപ്പോഴും തവിട് കൂടിയ അരിയാണ് ചോറുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ധാരാളം ഇലക്കറികളും കഴിപ്പിക്കാറുണ്ട്. പൊതുവെ ശാന്ത സ്വഭാവമാണ് മകന്. എന്നാൽ പ്രകോപിപ്പിച്ചാൽ പെട്ടെന്ന് സങ്കടം വരുന്ന പ്രകൃതാണ്. ഇടനേരങ്ങളിൽ പഴങ്ങളും സാലഡ്സ് അങ്ങനെയൊക്കെ കഴിക്കാൻ മധുരം കഴിക്കാനേ പാടില്ല എന്നൊന്നും കുട്ടീനോട് പറയാറില്ല. ചെറിയൊരു നിയന്ത്രണം വെക്കുന്നു മാത്രം. ബർത്ത്ഡേക്കായിട്ട് ഉണ്ടാക്കിയത് കേക്ക് പുഡിംഗ് ആണ്. ചെറിയൊരു കേക്കും ഉണ്ടാക്കി, ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ട് അത് പൊടിച്ച് അതിന് മുകളിൽ വിപ്പിംഗ് ക്രീമും ജെല്ലിയും കൂടി ഒഴിച്ചിട്ടുണ്ടാക്കുന്ന പുഡിങ്ങാണിത്. ഇത് തലേന്ന് തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചു. കേക്ക് ഡെക്കറേറ്റ് ചെയ്തത് മോനാണ്. അവന് നല്ല താല്പര്യമുള്ള കാര്യമാണ്. ഇനി ബർത്ത്ഡേ ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് വെച്ചിട്ട് ഞാൻ അടുത്തുള്ള ഒരു ഗിഫ്റ്റ് സെൻറ്ററിലേക്ക് പോവാണ്. മർവാനൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് അത് കാറിൻ്റെ ഡിക്കിയിൽ ഒളിച്ച് വെച്ചിട്ടുണ്ട്. പിറ്റേന്ന് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ബാക്കി സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് എടുത്തു വെച്ചു. കുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സും മർവാന് സാധാരണ വൈകുന്നേരം പുറത്ത് കളിക്കാനൊക്കെ പോവും. ചിലപ്പോൾ സൈക്ലിംഗ് ഒക്കെ ചെയ്യാൻ പോവും. ആ സമയത്ത് ജാസ്മിനും അപ്പവും കൂടിയിട്ട് വീടൊക്കെ അലങ്കരിച്ചു. ബലൂണൊക്കെ അവര് നിറച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ മർവാൻ സന്ധ്യ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളെല്ലാരും കൂടി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് സർപ്രൈസ് ആക്കിയായിരുന്നു.
ബർത്ത്ഡേക്ക് പാർട്ടി നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാത്രിയൊക്കെ ആയിരുന്നു ആദ്യം തീരുമാനിച്ചത്. ഉച്ചക്ക് ഹസ്ബൻഡ് ഫുഡൊക്കെ വാങ്ങിച്ചു വന്നുകൊണ്ട് ഉച്ചക്ക് തന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനുള്ള ശ്രമം പാളിയതിലുള്ള ചമ്മലിലാണ്. കുട്ടികളൊക്കെ കൂടി സന്തോഷമായിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചു. ഇനിയിപ്പം മറുവാന് സമ്മാനങ്ങളൊക്കെ തുറന്നു നോക്കുന്ന തിരക്കിലാണ്. വൈകുന്നേരം അവരെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ പാർക്കിൽ പോയി. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. മറുവാന് ബാപ്പാന്റെ വക ഒരു സമ്മാനം കൂടി കിട്ടി. അത് ഡ്രോണാണ് കിട്ടിയത്. മറുവാന് വളരെ സന്തോഷമായി. രാത്രിയിലേക്ക് ബീഫ് ഫ്രൈയും ഫ്രൈഡ് റൈസും ആണ് ഉണ്ടാക്കിയത്. ജാസ്മിന് അടുക്കളയിൽ വന്നിട്ട് അലങ്കാരപ്പണിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് സവാള ചേർത്ത്, സവാള വഴറ്റേണ്ട ആവശ്യമില്ല ബീഫ് ഫ്രൈ ആക്കുമ്പോൾ, വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് അതിലേക്ക് ഇട്ട് അല്പം മുളക് പൊടിയും ചില്ലി ഗാർലിക് സോസും മല്ലിയിലയും ചേർത്ത് വഴറ്റിയിട്ടാണ് ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയത്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബീഫ് വേവിക്കുമ്പോൾ അല്പം കുരുമുളകും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി മിശ്രിതവും ചേർക്കാൻ മറക്കരുത്. പിന്നെ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു. ഇന്നത്തെ ദിവസം അങ്ങനെ അവസാനിക്കുകയാണ്. മറുവാൻ ഉറങ്ങിയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.